This month and invests a minimum of 21,000 rupees is guaranteed to earn their first 55,000 rupees by the evening. I personally guarantee the safety of your funds and the confidentiality of your information to compensate any losses and pay 1 million rupees to anyone who loses even 1 paisa on this platform. ഡെയിലി ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോ ഫേസ്ബുക്കിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് മുകളിൽ കാണിച്ചിരിക്കുന്നത്. എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്ന് അന്വേഷിച്ച് നോക്കിയപ്പോ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അറിയാൻ സാധിച്ചത്. വെറും 22,000 രൂപ നിക്ഷേപിച്ചാൽ ലക്ഷങ്ങൾ ഒരു മാസം കൊണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ വരും എന്നാണ് പറയുന്നത്. എന്നാൽ ഇതുപോലുള്ള വൻ തട്ടിപ്പുകൾ മുന്നേയും ഒരുപാട് വന്നതാണ്. പക്ഷേ ഈ ഒരു വീഡിയോ നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക വീഡിയോ ആണെന്ന പേരിലാണ് പ്രചരിക്കുന്നത്. എന്നാൽ ഈ വീഡിയോകൾ മുഴുവനും വൻ തട്ടിപ്പു സംഘത്തിന്റെ AI ബുദ്ധിയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ നേരിട്ട് ഈ വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുകയും അത്രയും ആധികാരികതയോടെ ഈ ആപ്പിനെ പരിചയപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നിട്ട് ഇതിൽ ഞാൻ 22,000 രൂപ നിക്ഷേപിച്ചിരിക്കുന്നു, അതിൽ നിന്ന് എനിക്ക് ലക്ഷങ്ങൾ വരുമാനം ഒരു മാസം കൊണ്ട് വന്നിരിക്കുന്നു എന്നും നമ്മുടെ ധനകാര്യമന്ത്രി പറയുന്ന വീഡിയോ അത്രയും വ്യക്തതയോടെയാണ് അതിൽ ഇവർ നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, ശശി തരൂർ, മറ്റ് പ്രമുഖ രാഷ്ട്രീയ നേതാക്കന്മാർ ഈ ധനകാര്യമന്ത്രിയെ ചോദ്യം ചെയ്യുന്ന വീഡിയോയും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ നിയമസഭയിലെ ചോദ്യോത്തര വേള അതേപടി പകർത്തിയ പോലെയാണ് ഈ വീഡിയോ പ്രചരിക്കുന്നത്. ഈ ആപ്പ് കേന്ദ്ര സർക്കാർ ഒഫീഷ്യലായി ലോഞ്ച് ചെയ്യാൻ പോവുകയാണെന്നും ധനകാര്യമന്ത്രി പറയുന്ന വീഡിയോ ആണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഇവിടെ എത്ര മനോഹരമായിട്ടാണ് നമ്മുടെ ഭരണകർത്താക്കളെ വച്ച് വിദേശ ഫേക്ക് ഏജൻസികൾ അമ്മാനമാടുന്നതെന്ന്. എന്നാൽ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ PIB യുടെ അന്വേഷണത്തിൽ ഈ വീഡിയോ പക്കാ ഫേക്ക് ആണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ക്വാണ്ടം AI എന്ന പേരിൽ ഒരു പ്രൊജക്ട് ആരംഭിച്ചിട്ടുണ്ട് എന്നും അത് കേന്ദ്ര സർക്കാർ അംഗീകൃതമാണെന്നുമാണ് ഈ വീഡിയോ നിർമ്മാതാക്കൾ അറിയിക്കുന്നത്. എന്നാൽ ഡീപ്പ് ഫേക്ക് സംവിധാനവും AI സംവിധാനവും ഉപയോഗിച്ച് നിർമ്മിച്ച ഈ വീഡിയോ കേന്ദ്ര സർക്കാർ അപ്പൊ തന്നെ അവഗണിച്ചിരിക്കുന്നു. എന്നാലും ഇന്ത്യൻ സാമൂഹിക മാധ്യമങ്ങളിൽ വരുന്ന ഇത്തരം വലിയ സാമ്പത്തിക തട്ടിപ്പ് വീഡിയോകൾ നമ്മുടെ കേന്ദ്ര IT വിഭാഗത്തിന് തടയിടുവാൻ സാധിക്കുന്നില്ല എന്നത് വമ്പൻ നാണക്കേടാണ്. ഇത്തരത്തിലുള്ള ഒരു വീഡിയോ നമ്മൾ ഫേസ്ബുക്ക് വഴി കണ്ടാൽ പിന്നെ അതിനോടനുബന്ധിച്ച് ഒരുപാട് വീഡിയോകൾ നമ്മുടെ ഫേസ്ബുക്ക് തുറന്നാൽ കാണാൻ കഴിയും. എന്തായാലും നമ്മൾ ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് മലയാളികൾ, ഇത്തരം വമ്പൻ തട്ടിപ്പുകളിൽ ചെന്ന് വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക. കൂടാതെ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾ ആർക്കെങ്കിലും വന്നോ എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യുക. കേന്ദ്ര സർക്കാർ ഇത്തരത്തിലുള്ള ഒരു ആപ്പും ഇറക്കിയിട്ടില്ല എന്നതും ജനങ്ങൾക്ക് ഇത്തരത്തിലുള്ള നിക്ഷേപ പദ്ധതി ആവിഷ്കരിച്ചിട്ടില്ല എന്നതും സത്യമാണ്. ആരും തന്നെ സോഷ്യൽ മീഡിയയിലുള്ള ഇത്തരം ചതികളിൽ ചെന്ന് വീഴാതിരിക്കുകയും ചെയ്യുക. ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ വീഡിയോകൾ കാണുവാനും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വിവരങ്ങൾ അറിയുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് ലൈക്കും കമന്റുകളും അറിയിക്കുക.